ഹലോ ഗായ്സ്, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസത്തിലെ പകുതി ദിവസമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ടൈം 6 മണിയാവാൻ പോകുന്നു. ഇപ്പോൾ ഡെയിലി 5 മണിക്കാണ് ഞങ്ങൾ 4 പേരും എണീക്കാറ്. 6 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ ഞാനാണ് ആദ്യം ബാത്റൂമിൽ കയറുക. അപ്പോൾ ഞാൻ കയറുന്ന ടൈമിൽ ഹരിതയാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇൻ്റെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഹരിത പോയി ഫ്രഷ് ആവാൻ. അപ്പോഴേക്കും ഞങ്ങൾക്ക് 3 പേർക്ക് കൊണ്ടുപോകാനുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കുകയാണ്. ഞങ്ങൾക്ക് നീറ്റിട്ട് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റുകളെ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. ഉപ്പുമാവാണ് ഏറെക്കുറെ ഉണ്ടാക്കാറ്. സേമിയം, റവ, അതേപോലെ ദോശയും ലേറ്റായിട്ട് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഒരു ഫ്ലാസ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചായ. ഇപ്പോൾ ഒരാൾക്ക് 11 മണിക്കാണ് ഡ്യൂട്ടി വരുന്നത്. അതുകൊണ്ട് 3 പേർക്കുള്ളത് കൊണ്ടുപോവുക, ഒരാൾക്കുള്ളത് അവിടെ വെക്കുക. മുന്നത്തെ വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മണിക്കാണ് ഡ്യൂട്ടി എന്നുള്ളത്. പലരും പറഞ്ഞായിരുന്നു ഹോസ്റ്റലിലായതുകൊണ്ട് സുഖമാവൂലേ, എപ്പോൾ വേണമെങ്കിലും നീക്കാം, എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം, എത്ര നേരം വേണമെങ്കിലും ഫോണിൽ കളിക്കാം. പക്ഷെ അങ്ങനെയുള്ള ധാരണ വളരെ തെറ്റാണ്. നമുക്ക് പങ്ക്ച്വാലിറ്റി പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു അത്. ഇവിടെ കയറിയതിന് ശേഷം ഇപ്പോൾ ടൈമിങ്ങിനൊക്കെ ഭയങ്കര വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം 5 മണിക്ക് നീറ്റാലേ 6 മണിയാകുമ്പോഴത്തേക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നീക്ക് 11 മണി ആയതുകൊണ്ട് അവളോ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഓട്ടോക്ക് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഹൈദരാക്ക് ഓട്ടോയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ആക്കിത്തരും. മുന്നേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 2 ലാബാണുള്ളതെന്ന്. ഒരു ലാബ് റിസപ്ഷന്, ചെറിയൊരു ഒബ്സർവേഷൻ, ഫ്ലിബോട്ടമി, പിന്നെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയാണ് എനിക്ക് ഡ്യൂട്ടി ഇന്നിട്ടോ. ഹരിത ഇല്ലാത്ത ടൈമിൽ ഞാനാണ് മേലത്തെ ലാബ് ഹാൻഡിൽ ചെയ്യാറ്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യണം, എല്ലായിടത്തും ക്ലീൻ ചെയ്യണം. ക്ലീനിങ്ങിനായിട്ട് സ്റ്റാഫൊന്നുമില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നതോടെ നമ്മൾ ക്ലീൻ ചെയ്യാമെന്നാണ് ഇവിടുത്തെ ഒരു റൂള്. ഇക്കാക്കില്ലല്ലോ, എന്നാലും നോക്കണ നല്ലതല്ലേ. അതെയാ, Welcome to M-Flight's Boombox. Waiting to connect to the mobile network. Mobile network connected. Connecting to... അങ്ങനെ ലാബ് തുറന്നതേ മുതൽ ഓരോ പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലീൻ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഒറ്റയ്ക്കുള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പേഷ്യൻസ് ഉള്ളുമ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് പേഷ്യൻസിനൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ ഒരു പണി ചെയ്യും പേഷ്യൻ്റ് വരും, ഒരു പണി ചെയ്യും പേഷ്യൻ്റ് വരും. അങ്ങനെ ഒരു 8:30-9 മണി വരെ നല്ലൊരു തിരക്ക് ഉള്ള ടൈമായിരിക്കും. 4 മണിക്ക് ഡോക്ടർ വരുന്നതുകൊണ്ടേ അത്യാവശ്യം പേഷ്യൻസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒട്ടും വൃത്തി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പേഷ്യൻസ് ഇല്ലാത്ത സമയം നോക്കിയിട്ട് സിറിഞ്ച് ട്യൂബ്സൊക്കെ എല്ലാം സെറ്റാക്കി വെക്കാം, എപ്പോഴും നല്ല നീറ്റാക്കി വെക്കുക. ഇപ്പോൾ ഒരു ലാബിൽ ആണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാനേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ടൈം കിട്ടിയപ്പോൾ രാവിലെ കൊണ്ടുവന്നിട്ടുള്ള ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. 3 പേര് ഒരുമിച്ചിരുന്ന് കഴിക്കാറില്ല, രാവിലെ പേഷ്യൻസ് ഉള്ളതുകൊണ്ട് ഓരോരുത്തരും ഒറ്റയ്ക്കായിരുന്നിട്ടാണ് കഴിക്കുക. അപ്പോൾ ഞാൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലുള്ളവർ താഴത്തേക്ക് വരും. അതിൻ്റെ ഇടയിൽ ഇമേജൊക്കെ ഫുള്ളായി ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ സ്കാൻ ചെയ്തു. ഇനി ഇമേജിൻ്റെ വണ്ടി വന്നു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോകും. ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ, ലാബായാലും ഹോസ്പിറ്റലായാലും ക്ലിനിക്കായാലൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, റൂൾസാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് 10:30 വരെ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. നിവിക്ക് ചെറിയ പനിയുള്ളതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ വന്ന ഉടനെ തന്നെ നീക്ക് 11 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അവൾ പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറി ഡ്രസ്സൊക്കെ മാറ്റി
കുക്കിംഗ് നീയെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കുക്കിംഗ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി ഞങ്ങളെ മെയിൻ പരിപാടി പറഞ്ഞാൽ ഉറക്കമാണ്, പിന്നെ ക്ലീൻ ചെയ്യണം. ഇനി വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം, പക്ഷേ എനിക്കൊന്നും വാഷ് ചെയ്യണ്ടായിരുന്നില്ല. ചോറ്, വമ്പയർ ഉപ്പേരി, പിന്നെ സാമ്പാറല്ല, ഒരു വെണ്ടക്ക പോലത്തെ ഒരു കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നല്ല ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ചോറ് തിന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചോറിൽ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നു, ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം എന്നാൽ ശരി, എന്നാൽ ചോറിനിൽ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകുന്നുണ്ട് എടുക്കാം. അപ്പോൾ അതിലൂടെ നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാം. എൻ്റെ എല്ലാ ദിവസവും ഒരേപോലെ അല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. എൻ്റെ മാത്രമല്ല നിങ്ങളുടെ അങ്ങനെ ആവുമല്ലോ. പേഴ്സണലായുള്ള കുറേ കാര്യങ്ങൾ ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്, അതൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഒരു 11:30 ഒക്കെ ആയേക്കുമ്പോൾ ഹരിത വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കിനി 4 മണിക്ക് കയറിയാൽ മതി. 10:30 ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് 3 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറണം. ഞാൻ നല്ല ഉറക്കമായതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഫുഡ് കഴിച്ചു. ഞാൻ പെട്ടെന്ന് നീറ്റ് നോക്കുമ്പോൾ ടൈം 1:45 അപ്പോൾ വേഗം എടുത്ത് തിന്നണേൻ്റെ ഇടയിൽ ഞാനത് വിട്ടുപോയി. പിന്നെ ഞാൻ ആക്കും പോലെ പാത്രങ്ങളൊക്കെ കഴുകി. ഇനിയിപ്പോൾ അധികം ടൈമില്ല, 2:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലേ ഒരു 15 മിനിറ്റ് കൊണ്ട് ലാബിലെത്തുള്ളൂ. അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ഞാൻ സെറ്റപ്പാക്കി. അങ്ങനെ ഞങ്ങൾ ആ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും നിവിയും കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 മണിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വെയിലത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ നോക്കണമല്ലോ, അതുകൊണ്ടാണ് കുട ചൂടി പോണത്. പോണ വഴി കുറച്ച് കോഴിക്കുട്ടികളും താറാക്കുട്ടികളൊക്കെ കണ്ടു, അതും വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങൾ ലാബെത്തി. ഇനി ഇതേപോലെ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.